ഇന്നൊരു മുടക്ക് ദിവസമായി തന്നെ രാവിലെ എൻ്റെ നേരെ അടുക്കളയിൽ കയറാണ്ട് മുറ്റത്തോടൊക്കെ ഒന്ന് പരതാന്ന് വിചാരിച്ച് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. നമ്മൾ ചെടികൾ നട്ട് വെച്ചിട്ടുണ്ടല്ലോ, നട്ടാൽ മാത്രം പോരല്ല, ഇടയ്ക്കൊന്ന് നോക്കണ്ടെന്ന് വിചാരിച്ച് ഇറങ്ങിയത്. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഭയങ്കര ശുശ്രൂഷയാട്ടാ, ചെടികൾക്ക് വളമിട്ട് കൊടുക്കണു, പുല്ല് പറിക്കണു, നനയ്ക്കണു, കുറച്ചാളത്തേക്കുള്ള ആ ഒരു ഇൻട്രസ്റ്റ് പോണ വരെയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ജോഷിയേട്ടൻ വേണം എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ട്. ചെടി നനയ്ക്കലും ബാക്കി എല്ലാ കാര്യങ്ങളും ജോഷിയേട്ടൻ തന്നെയാണ്. അതിൻ്റെ ഇടയിൽ മാങ്ങ പറഞ്ഞാൽ കണ്ണിൽ വിട്ട് ചെനച്ച മാങ്ങ, അപ്പോൾ തിന്നാനൊരാഗ്രഹം പൊട്ടിച്ച് കൊണ്ടൊന്ന് പുളി വായിൽ വെച്ചതാ. പുളിയുണ്ട്, നല്ല പുളിയാണ്, പക്ഷെ പിള്ളേർക്ക് എവിടെ പുളി. അത് കഴിഞ്ഞ് എളുപ്പപ്പണി ആണല്ലോ ഇന്നത്തെ മുഖ്യം. കാരണം നേരമായിട്ട് അടുക്കളയിൽ കയറിയത്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചപ്പാത്തി ഉണ്ടാക്കാൻ അടുക്കളയിൽ യുദ്ധമാണ്. ആദ്യത്തെ ഒരു 5-6 ഉണ്ടാക്കാനുള്ള കേട്ടോ ഈ യുദ്ധം. അത് കഴിഞ്ഞ് ഇനി അവരാർക്കുള്ളത് കിട്ടിക്കഴിഞ്ഞ് ഇനി അവരാർ പിന്നെ ഈ ഏരിയയിലേക്ക് വരില്ലേ, പിന്നെ ഞാൻ തന്നെ ബാക്കിയുള്ളത് ചുട്ടെടുക്കണം. അപ്പം ഞാൻ മുട്ടക്കറിയും ചപ്പാത്തി തിന്നാന്ന് വിചാരിച്ചത്. പക്ഷെ അവർക്ക് ന്യൂട്ടെല്ലാം തേച്ച് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ന്യൂട്ടെല്ലാം തേച്ച് അവർക്ക് ചപ്പാത്തി കൊടുത്തു. കിട്ടിയവരും പിന്നെ അടുക്കളയുടെ ഭാഗത്തേക്കേ വന്നിട്ടില്ല, നേരെ അകത്ത് പോയി ടി വിയുടെ മുന്നിലിരുന്നു. പിന്നെ ഏറ്റവും അവസാനത്തെ ചപ്പാത്തി ഞാൻ തന്നെ ഉണ്ടാക്കി. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് പിള്ളേർക്ക് കൊടുക്കണതിൻ്റെ ഇടയ്ക്ക്. കാരണം ന്യൂട്ടെല്ലാം വെച്ചിട്ടാണല്ലോ, നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞ് മുട്ടക്കറി അതിൻ്റെ ഇടയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുട്ട പുഴുങ്ങിയതും കൂടി മുട്ടക്കറിയിലിട്ട് അത് സെറ്റാക്കി. നമുക്കപ്പോഴേക്കും വിശന്ന് തുടങ്ങി. കാരണം 2 ചപ്പാത്തിയായിട്ട് ഞാൻ തിന്നു അതിൻ്റെ ഇടയ്ക്ക് ന്യൂട്ടെല്ലാം വെച്ച്. എന്നാലും നമ്മൾ മുട്ടക്കറി കൂട്ടി തിന്നില്ലെങ്കിൽ വിഷമാവില്ല മുട്ടക്കറിക്ക്. അത് കാരണം മുട്ടക്കറി കൂട്ടി ഒരു ചപ്പാത്തി ഒരെണ്ണം എടുത്തുള്ളൂ, കാരണം നേരത്തെ 2 തിന്ന കാരണം. അങ്ങനെ ഒരു ചപ്പാത്തിയും കൂടി മുട്ടക്കറി കൂട്ടി തിന്നു. പിള്ളേർ ചപ്പാത്തി തിന്ന ക്ഷീണത്തിലാണെന്ന് അറിയില്ല, വളരെ ബുദ്ധിമുട്ടി കിടന്നിരുന്നൊക്കെ ടി വി കാണണേ. കണ്ടില്ലേ, വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ണിക്കുട്ടിന് ചെറിയൊരു നാണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.